കയ്യിൽ പശ ഇതെങ്ങനെ പശ ഉണ്ടാക്കിയ അത് വൃത്തിയിട നിങ്ങൾ സിനിമയൊക്കെ കയ്യെ കൊണ്ടു സത്യം ആക്ടിങ് കണ്ടോ ആക്ടിങ് അല്ല ഒറിജിനൽ വീഡിയോ ആണ്. ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ ഇത് കളയണോട്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ആസ്ലൂസ് പുതിയ വീട്ടിലപ്പ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ യൂസ് ചെയ്തും പിന്നെ അതായത് തെർമോക്കോൾ ഈ രണ്ടും യൂസ് ചെയ്ത് മാത്രം നമുക്ക് ഇങ്ങനെ പശ ഉണ്ടാക്കാം. പശ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫെവിക്കോള് അതേപോലത്തെ പശയാണ്. പക്ഷെ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂഗൺ നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതേപോലെ നമുക്ക് ഈ പശ വെച്ച് എന്ന് പറഞ്ഞാൽ ഈ പെട്രോളും തെർമോക്കോളും യൂസ് ചെയ്ത് ഗ്ലൂഗൺ പോലത്തെ പശ എങ്ങനെ ഉണ്ടാക്കി കാണിക്കാൻ വേണം. അപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് വരാം. അപ്പൊ നമ്മൾ പശ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം പെട്രോൾ നമ്മ പെട്രോളിലെ മണം മണ്ണെണ്ണ ഇങ്ങനത്തെ മണം കിട്ടി നമ്മൾ എന്തായാലും കണക്ക് നോക്കും. കണ്ടതേ ഈ തെർമോക്കോൾ നമ്മത് ചെറിയൊരു പീസാക്കി കിട്ടും. റിയാക്ഷൻ കണ്ടത് തെർമോക്കോൾ ഉരുക്കി പോയതുണ്ടോ, പെട്രോൾ മൂടി വെക്കാം. കണ്ടോ തെർമോക്കോൾ മെൽറ്റ് ആയി പോയി. അപ്പൊ ഇതേപോലെ നമ്മ തെർമോക്കോൾ ഇതിൽ പെട്രോൾ ഇട്ട് കൊടുക്കാം. അത് പശായിട്ട് മാറുന്നത് അവിടെ തെർമോക്കോൾ ഇടാം. തെർമോക്കോൾ ഇട്ടുകൊണ്ടിരിക്കുക, കാരണം നമ്മൾ ഒഴിച്ചുള്ള പെട്രോൾ അത്രയും തെർമോക്കോൾ നമ്മൾ ഒഴിക്കണം. തെർമോക്കോൾ ഇട്ടാൽ നമുക്ക് അതിനോട് പശ കിട്ടുള്ളൂ. ഗ്ലൂഗൺ ഇപ്പൊ എന്തായാലും തെർമോക്കോൾ കുറച്ചുകൂടി വേണം. അപ്പൊ ഞാൻ പോയിട്ട് കുറച്ചുകൂടി തെർമോക്കോൾ എടുത്തോണ്ട് വരാം. ആ മൊത്തം കുടിച്ചിരുന്നത് എന്താ തെർമോക്കോള്. അപ്പൊ നമ്മ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബഡ്സും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കണത്. തെർമോക്കോൾ ഇടാം, മിക്സ് ചെയ്യാം. ഏകദേശം ആ തെർമോക്കോൾ തീർന്നു. ഇനി മതി. ഒരു കട്ടിയുള്ള പശ, കട്ടിയുള്ള ശരിക്കും പശയാണ് തീർന്നത്. നല്ല തണുപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ച ഒരു പശയിരുന്ന്, പക്ഷെ ഇതിപ്പോ ഉണ്ടാക്കിയപ്പോ സ്ലൈമായി മാറിയിരിക്കണത്. സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പശ ഉണ്ടാക്കാനായിരുന്നു, പക്ഷെ ഉണ്ടാക്കിയാൽ സ്ലൈമായി പോയി. കണ്ടത് ഉദ്ദേശിച്ചത് പശയായിരുന്നു, പക്ഷെ ഉണ്ടാക്കിയത് സ്ലൈമായി പോയി. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അസ്ലൂസ് ഇന്നത്തെ വീഡിയോയിൽ സ്ലൈം ഉണ്ടാക്കാൻ പഠിപ്പിച്ചേക്കുന്നത്. കയ്യിലൊട്ടി പിടിക്കാത്ത സ്ലൈം. പക്ഷെ ഇത് റിയാക്ട് ഇല്ലില്ല, ഇത് പശയാണ്, സ്ലൈമല്ല. കൈയൊട്ടി ഇത് സ്ലൈമല്ല കേട്ടോ, പശയാണ് പശ. ഇത് നോക്കി കൈയൊട്ടി ശരിക്കും പശ, കട്ട പശ. അടിപൊളി പശയാണ് ഇപ്പൊ ഉണ്ടാക്കുക. നമുക്ക് ഈ സാധനം വെച്ചിട്ട് ചെരുപ്പ് ഒട്ടിക്കുക, അതേപോലെ എന്തൊന്നും ഒട്ടിക്കാം. അടിപൊളി പശ കൈയൊട്ടി പിടിച്ച് നോക്കി. അപ്പൊ നമ്മ പെട്രോൾ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പഠിച്ചില്ല. പണിപ്പാടി കൈയൊട്ടി പണിപ്പാടി കൈയൊട്ടി നോക്കി പണ്ടാറം കൈ പണ്ടാവത്തിലൂടെ ഇത് നോക്കി. ആ തെർമോക്കോളും പശയും വെച്ചുണ്ടാക്കിയ പശയാണ്. നിങ്ങൾ സിനിമയൊക്കെ കണ്ടല്ലേ കയ്യെ കൊണ്ടു നോക്കി. സത്യം ആക്ടിങ് അല്ല കണ്ടോളൂ, ആക്ടിങ് അല്ല ഒറിജിനൽ വീഡിയോ ആണ്. സോപ്പ് കളിക്കാൻ പറ്റുന്ന കൊണ്ട് സത്യം കയ്യിൽ കൊള്ളത് നല്ല ഫ്ലൂട്ട്. എന്റെ കയ്യൊന്നും അറിയണ്ട പണ്ടോ. മണ്ണറിയാൻ പറഞ്ഞു, മണ്ണറിയാൻ പറ പണി പാടി വെച്ചാൽ കൊച്ചു മണ്ണയിലേക്ക് വെച്ചു. കൈ
ഇതുണ്ടോ പശയുടെ പവറുണ്ടോ? പണിപ്പാളെന്ന് തോന്നിട്ട് ഇവിടെ ഇതെങ്ങനെ നമ്മ കളയണോ ഇതിന്? എന്ത് പക്ഷെ കയ്യിൽ പോണില്ല. പോണ്ടല്ല പോടക്ക ഇതല്ലേ പോണത് ഇപ്പ പണ്ടാറം പക്ഷെ പോണ്ട് ഇല്ലാറാ ചക്കണം. ഞാൻ വേർത്ത് കുളിച്ചു നോക്കി ഒരു പശ കൈ കുട്ടിച്ചാ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നെ വീട് വീണെന്ന് കണ്ട. പണ്ടാറം കൈയുടെ കോലം നോക്കി കൈ വെളുത്തിട്ടുണ്ടല്ലേ തൊലിയൊക്കെ പോയിട്ട്. അത് പൊയ്ക്കോളും ഞാൻ കണ്ണുമ്പോ ഇങ്ങനെ പേടിക്കാൻ ചെറിയ കയ്യിലെ ആവശ്യമില്ലാണ്ടല്ലോ. കുഞ്ഞു പുള്ളേലേ അതെ പോയി കുറച്ചുകൊണ്ട് കൊണ്ടോ ഞാൻ കളഞ്ഞോളാം. നഗത്തിലേക്കൊന്നും ഇടല്ലേ പെട്രോളാണ്. ഞാന് പാച്ചേ അപ്പനാ കയ്യിലെടുക്കാൻ പറ. ഞാൻ വിചാരിച്ചതായില്ല. വിചാരിക്കണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആവണത് വിചാരിച്ചില്ല സ്ലമ്മല്ല സ്ലൈം. നീ ഓഫാ വീഡിയോ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ. അപ്പൊ എന്തായാലും അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അടിപൊളി പക്ഷേ അവർക്ക് നിരാശാകൂല. ഞാൻ ചെയ്തിട്ട് ഒരിക്കലും സാധനം കയ്യിലെടുക്കരുത്. അത് അവിടെ തന്നെ ഒട്ടിയിട്ട് നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ അതുമൊക്കെ ഒന്ന് ഒട്ടിക്കണം. എനിക്ക് ഒട്ടിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല. മൊത്തം കയ്യിലായി കൈ കഴുകി കളയേണ്ട അവസ്ഥ വന്ന്. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും ഒട്ടിക്കണമെങ്കിൽ ഇതേപോലെ ഓരോന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യാം. ഞാനിപ്പോ ആദ്യം ഉണ്ടാക്കിയതാണ്, ഫ്ലോപ്പാണ്, എന്നാലും പോട്ടെ. ഇതേപോലെ നിങ്ങൾ ഓരോന്ന് ഉണ്ടാക്കി ചെയ്യാം. അപ്പൊ ഓക്കെ. അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, നിങ്ങൾ എന്റെ ചാനലേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്കും പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയേക്ക്. ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പൊ അതേപോലെ തന്നെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ജോക്കേഴ്സ് പെസ് എന്നാണ് പേര്. എന്റെ അനിയന്റെ ചാനലാണ്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴ്ത്തിട്ടേക്കാം. അപ്പൊ പെസ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ എന്തായാലും ഈ ചാനൽ കണ്ടു നോക്കുക. അവന്റെ നല്ല ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവൂല, എന്നാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട് വരാം. അപ്പൊ എന്തായാലും ഈ ചാനൽ ജസ്റ്റ് നോക്കിയേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് ചാനൽ നോക്കിയേക്ക്. അപ്പൊ ഇനി പുതിയ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പൊ ആ വീഡിയോ എടുക്കുന്ന അവനാ പറയണത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി. അപ്പൊ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പരമാവധി. ഇനി പുതിയ വീഡിയോ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടാം. അപ്പൊ ഓക്കെ, പുതിയ വീഡിയോ വരുന്നതാണ്. ഓക്കെ, താങ്ക്സ്. കട്ട് ചെയ്തിട്ട് ഫോട്ടോ എടുത്തേ. ഒരു ഫോട്ടോ എടുക്കട്ടെ നിക്കട്ടാ. ഇത് കളയണോട്ടാ. ഇതൊക്കെ പിടിക്കണോ ആവശ്യമില്ലാണ്ട് നമ്മുടെ കഷ്ടപ്പാട് അറിയട്ടെ. സിനിമ തുടങ്ങി. അപ്പൊ